ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. ചോദ്യം: 2026 ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപ്. 2026 ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപ്. രണ്ടാമത്തെ ചോദ്യം: യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത്തെ രാജ്യം. ഉത്തരം: ബൾഗേറിയ. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. ബൾഗേറിയയുടെ പഴയ കറൻസിയാണ് ലെവ് കറൻസി. പഴയത് ലെവ് കറൻസി. ജനുവരി 2 മന്നം ജയന്തിയായി ആഘോഷിക്കുന്നു. ജനുവരി 2 മന്നം ജയന്തി. ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെയും കയറ്റുമതിയുടെയും കണക്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്തം ഉൽപ്പാദനത്തിൽ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമേതാണ്? ഇന്ത്യ. ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെയും കയറ്റുമതിയുടെയും കണക്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്തം ഉൽപ്പാദനത്തിൽ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദേശീയ അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പ്രളയ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദേശീയ അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ പ്രളയ്. അങ്ങോട്ട് നോക്കാം. 2026 ആദ്യം വരവേറ്റത് കിരിബാത്തി ദ്വീപ്. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. പഴയ കറൻസിയാണ് ലെവ് കറൻസി. ജനുവരി 2 മന്നം ജയന്തിയായി ആഘോഷിക്കുന്നു. ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെയും കയറ്റുമതിയുടെയും കണക്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്തം ഉൽപ്പാദനത്തിൽ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമേതാണ്? ഇന്ത്യ. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദേശീയ അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. അദ്ദേഹം 40ാമത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. ഓക്കെ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹട്ടിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക്. രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹട്ടിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കനൽ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി കനൽ. കനൽ ആരംഭിച്ചത് 2021 പദ്ധതിയുടെ കൈപ്പുസ്തകമാണ് പറയാം പരിഹരിക്കാം. കൈപ്പുസ്തകത്തിൻ്റെ പേര് പറയാം പരിഹരിക്കാം. കനൽ പദ്ധതി ആരംഭിച്ചത് 2021. ന്യൂയോർക്കിൻ്റെ 112ാമത് മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മന്ദാനി. ന്യൂയോർക്കിൻ്റെ 112ാമത് മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ മന്ദാനി. മേയറാവുന്ന ആദ്യ മുസ്ലിം വംശജൻ കൂടിയാണ് അദ്ദേഹം. ആര്? സൊഹ്റാൻ മന്ദാനി. ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നു. ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ടാബ്ലോ ആയി തിരഞ്ഞെടുത്ത പ്രമേയം ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ടാബ്ലോ ആയി തിരഞ്ഞെടുത്ത പ്രമേയം ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം അശ്വമേധം. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞമാണ് അശ്വമേധം. അടുത്തിടെ പ്രായപൂർത്തിയാവാനുള്ള വയസ്സ് 21 നിന്ന് 18 കുറച്ച രാജ്യം UAE. അടുത്തിടെ പ്രായപൂർത്തിയാവാനുള്ള വയസ്സ് 21 നിന്ന് 18 കുറച്ച രാജ്യം ഏതാണ്? UAE. ലോകത്ത് ആദ്യമായി ദേശീയ തപാൽ സേവനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ലോകത്ത് ആദ്യമായി ദേശീയ തപാൽ സേവനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം ഏതാണ്? ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്.
ജപ്പാനെ മറികടന്ന് GDP വലിപ്പത്തിൽ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. ജപ്പാനെ മറികടന്ന് GDP വലിപ്പത്തിൽ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. ഫസ്റ്റ് നിൽക്കുന്നത് അമേരിക്ക, സെക്കൻഡ് ചൈന. രാജ്യത്തെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ വ്യാപാരോത്സവം ദേശീയ സരസ് മേള. 2026 വേദി ചാലിശ്ശേരി, പാലക്കാട്. രാജ്യത്തെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ വ്യാപാരോത്സവം ദേശീയ സരസ് മേള. 2026 വേദി ചാലിശ്ശേരി, പാലക്കാട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി 2026 ജനുവരിയിൽ നിയമിതനായ വ്യക്തി ഷുവേർട്ട് മറൈൻ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി 2026 ജനുവരിയിൽ നിയമിതനായ വ്യക്തിയാണ് ഷുവേർട്ട് മറൈൻ. എന്നിട്ട് പറയാം, ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി 2026 ജനുവരിയിൽ നിയമിതനായ വ്യക്തിയാണ് ഷുവേർട്ട് മറൈൻ. റെയിൽവേ മ്യൂസിയം ആക്കാൻ തീരുമാനിച്ച ശ്രീമൂലം തിരുനാളിൻ്റെ കൊല്ലത്തെ വിശ്രമ കേന്ദ്രം ചീന കൊട്ടാരം. റെയിൽവേ മ്യൂസിയം ആക്കാൻ തീരുമാനിച്ച ശ്രീമൂലം തിരുനാളിൻ്റെ കൊല്ലത്തെ വിശ്രമ കേന്ദ്രം ചീന കൊട്ടാരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പാക് വംശജനായ ഓസ്ട്രേലിയൻ താരം ഉസ്മാൻ ഖ്വാജ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പാക് വംശജനായ ഓസ്ട്രേലിയൻ താരം ആരാണ്? ഉസ്മാൻ ഖ്വാജ. ഈ നൂറ്റാണ്ടിലെ ആദ്യ സൂപ്പർ സൺ മൂൺ ദിനം 2026 ജനുവരി 3. ഈ നൂറ്റാണ്ടിലെ ആദ്യ സൂപ്പർ സൺ മൂൺ ദിനം എന്നാണ്? 2026 ജനുവരി 3. അവസാനമായി കണ്ടത് 1912. അടുത്ത സൂപ്പർ സൺ മൂൺ ദിനം എന്നാണ് വരുന്നത്? 2045 വരുന്നത്. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്ക അവസ്ഥ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ JB കോശി കമ്മീഷൻ. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്ക അവസ്ഥ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് JB കോശി കമ്മീഷൻ. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% തുല്യമായി പെൻഷൻ ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% തുല്യമായി പെൻഷൻ ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? എറണാകുളം. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? എറണാകുളം. സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായ ജലപേടകം മത്സ്യ 6000. സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായ ജലപേടകം മത്സ്യ 6000. ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്തിയത് BYD ചൈന. ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്തിയത് BYD ചൈന. അടുത്തത് തിരുവിതാംകൂറിൻ്റെ ചരിത്രവും കേരള സംസ്കാരവും ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ സിനിമാ രൂപത്തിൽ കാണാൻ കഴിയുന്ന ഡിജിറ്റൽ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം. കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം. തിരുവിതാംകൂറിൻ്റെ ചരിത്രവും കേരള സംസ്കാരവും ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ സിനിമാ രൂപത്തിൽ കാണാൻ കഴിയുന്ന ഡിജിറ്റൽ മ്യൂസിയം ആരംഭിക്കുന്നത് കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം. കനകക്കുന്ന് കൊട്ടാരം പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ. കനകക്കുന്ന് കൊട്ടാരം പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ. ലിയോ 14 മാർപ്പാപ്പ ഷെവലിയർ പദവി നൽകി ആദരിച്ച മലയാളി ആരാണ്? J. ഫിലിപ്പ്. ലിയോ 14 മാർപ്പാപ്പ ഷെവലിയർ പദവി നൽകി ആദരിച്ച മലയാളി J. ഫിലിപ്പ്. പൊതു അവബോധം വർദ്ധിപ്പിക്കാനും പദാവലി മെച്ചപ്പെടുത്താനും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയി സർക്കാർ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പൊതു അവബോധം വർദ്ധിപ്പിക്കാനും പദാവലി മെച്ചപ്പെടുത്താനും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ പ്രശസ്ത എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ പ്രശസ്ത എഴുത്തുകാരി ആരാണ്?
അരുന്ധതി റോയ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സായംപ്രഭ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സായംപ്രഭ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിൻ നമോ ഗ്രീൻ ട്രെയിൻ. ആദ്യ പരീക്ഷണോട്ടം നടത്തുന്നത് 2026 ജനുവരി 26. ആദ്യ പരീക്ഷണോട്ടം നടത്തുന്നത് 2026 ജനുവരി 26. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ്. കപ്പൽ കമ്മീഷൻ ചെയ്യുന്നത് 2026 ജനുവരി 5. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കപ്പൽ നിർമ്മിച്ചത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. കപ്പൽ നിർമ്മിച്ചത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. കപ്പൽ കമ്മീഷൻ ചെയ്യുന്നത് 2026 ജനുവരി 5. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കപ്പൽ നിർമ്മിച്ചത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. IPL ടൂർണമെൻറ്റിൻ്റെ സംപ്രേഷണം വിലക്കിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. IPL ടൂർണമെൻറ്റിൻ്റെ സംരക്ഷണം വിലക്കിയ രാജ്യം ബംഗ്ലാദേശ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ് മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റലിറ്റിക് പദാർത്ഥം വികസിപ്പിച്ചത് IIT ഗുവാഹത്തി. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റലിറ്റിക് പദാർത്ഥം വികസിപ്പിച്ചത് IIT ഗുവാഹത്തി. ഒന്നുകൂടെ പറയാം. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റലിറ്റിക് പദാർത്ഥം വികസിപ്പിച്ചത് IIT ഗുവാഹത്തി. ലേബർ റൂമുകളിൽ സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായി പിങ്ക് നിറത്തിലുള്ള ഡ്രസ് കോഡ് നടപ്പിലാക്കിയ ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SAT ഹോസ്പിറ്റൽ. ലേബർ റൂമുകളിൽ സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായി പിങ്ക് നിറത്തിലുള്ള ഡ്രസ് കോഡ് നടപ്പിലാക്കിയ ആദ്യ സർക്കാർ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SAT ഹോസ്പിറ്റൽ. മിസോറാമിൽ നിന്നും കണ്ടെത്തിയ വിഷമില്ലാത്തതും മനുഷ്യന് ഭീഷണിയില്ലാത്തതുമായ പുതിയ പാമ്പിനം ഏതാണ്? കലമരിയ മിസോറാമെസിസ്. മിസോറാമിൽ നിന്നും കണ്ടെത്തിയ വിഷമില്ലാത്തതും മനുഷ്യന് ഭീഷണിയില്ലാത്തതുമായ പുതിയ പാമ്പിനം കലമരിയ മിസോറാമെസിസ്. 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകൻ ആരാണ്? ബേലാത്താർ. 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ ഇതിഹാസ സംവിധായകനാണ് ബേലാത്താർ. 4 വൻകിട ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ച നദി ഏതാണ്? ചിനാബ് നദി. 4 വൻകിട ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ച നദി ചിനാബ് നദി. 4 പദ്ധതികളിൽ ഏറ്റവും വലുത് പകൽദുൽ പദ്ധതിയാണ്. 1000 മെഗാവാട്ടിൻ്റെ പദ്ധതിയാണിത്. രണ്ടാമത്തേത് കിരു അണക്കെട്ടിൽ, മൂന്നാമത്തേത് ക്വാർ അണക്കെട്ടിൽ, നാലാമത്തേത് രത്ലെ അണക്കെട്ടിലും. കിരു അണക്കെട്ട്, ക്വാർ അണക്കെട്ട്, രത്ലെ അണക്കെട്ട്. ഏറ്റവും വലുത് പകൽദുൽ പദ്ധതി 1000 മെഗാവാട്ടിൻ്റെ പദ്ധതിയാണ്. അടുത്തത് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനാകുന്നത് മോഹൻലാൽ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനാകുന്നത് മോഹൻലാൽ. 2026 ജനുവരി 7 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. 2026 ജനുവരി 7 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിൽ. സംസ്ഥാന സർക്കാരിൻ്റെ 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കർ, നാഗസ്വര വിദ്വാനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കർ, നാഗസ്വര വിദ്വാനാണ്. 2025 ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. 2024 ലഭിച്ചത് PK വീരമണിദാസൻ. 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് MM ഹസൻ.
2025 തുഞ്ചത്ത് എഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് MM ഹസൻ. 2024 പ്രൊഫസർ TP ശങ്കരൻകുട്ടി നായർ. 2024 ലഭിച്ചത് പ്രൊഫസർ TP ശങ്കരൻകുട്ടി നായർ. 2026 ജനുവരി 26 ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളെ തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള നെയ്ത്ത് തൊഴിലാളികൾ ആരൊക്കെയാണ്? KV ബിന്ദു, എലിസബത്ത് ജോർജ്. KV ബിന്ദു, എലിസബത്ത് ജോർജ്. കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്ത് തൊഴിലാളികളാണ് ഇവർ. കണ്ണൂർ പയ്യന്നൂർ ഫർക്കർ ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്ത് തൊഴിലാളികളാണ് ഇവർ. ആരൊക്കെയാണ്? KV ബിന്ദു, എലിസബത്ത് ജോർജ്. വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? ബംഗളൂരു. വനിതാ സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നഗരം ബംഗളൂരു. ആദ്യ 10-ൽ ഇടം പിടിച്ച് കേരളത്തിൽ നിന്നുള്ള നഗരം തിരുവനന്തപുരം, 9-ാമത്. ആദ്യ 10-ൽ ഇടം പിടിച്ച് കേരളത്തിൽ നിന്നുള്ള നഗരമാണ് തിരുവനന്തപുരം, 9-ാമത്. 2026 ISROയുടെ ആദ്യ ദൗത്യം അന്വേഷണം. 2026 ISROയുടെ ആദ്യ ദൗത്യം അന്വേഷണം. വിക്ഷേപണ വാഹനം PSLV. PSLVയുടെ 62-ാമത് ദൗത്യമാണ്. PSLVയുടെ 62-ാമത് ദൗത്യം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സങ്കേതം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സങ്കേതം. ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് ഉദയ്. ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അരുൺ ഗോകുൽ, തൃശ്ശൂർ. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേരാണ് ഉദയ്. ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അരുൺ ഗോകുൽ, തൃശ്ശൂർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഹെർപാറ്റിക്കോയിഡ് കോപ്പിപ്പോഡ് എന്ന സൂക്ഷ്മജീവിക്ക് നൽകിയ പേര് ഇന്ത്യ ഫോണ്ട് ബിജോയ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഹെർപാറ്റിക്കോയിഡ് കോപ്പിപ്പോഡ് എന്ന സൂക്ഷ്മജീവിക്ക് നൽകിയ പേര് ഇന്ത്യ ഫോണ്ട് ബിജോയ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടക സംഗമമായ കുംഭമേള നടത്താൻ ഒരുങ്ങുന്ന കേരളത്തിലെ ക്ഷേത്രം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, മലപ്പുറം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടക സംഗമമായ കുംഭമേള നടത്താൻ ഒരുങ്ങുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, മലപ്പുറം. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ ഏതാണ്? MLC എൽസ 3. MLC എൽസ 3. 2025 മെയ് 24 കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് MLC എൽസ 3. തുടർച്ചയായി 5-ാം തവണയും ആഷസ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. തുടർച്ചയായി 5-ാം തവണയും ആഷസ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്ക. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വനിതാ വ്യവസായ പാർക്ക് ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ലക്കിടി. ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ലക്കിടി. സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ വനിതാ വ്യവസായ പാർക്ക് എവിടെയാണ്? ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ലക്കിടി. 2026 കേന്ദ്ര ബഡ്ജറ്റ് സമ്മേളനം 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ആദ്യഘട്ടം ജനുവരി 28 മുതൽ ഫെബ്രുവരി 13 വരെ. ബഡ്ജറ്റ് അവതരണം ഫെബ്രുവരി 1. 2-ാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെ. 2026 കേന്ദ്ര ബഡ്ജറ്റ് സമ്മേളനം 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ആദ്യഘട്ടം ജനുവരി 28 മുതൽ ഫെബ്രുവരി 13 വരെ. ബഡ്ജറ്റ് അവതരണം ഫെബ്രുവരി 1. 2-ാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെ. പശ്ചിമ ബംഗാൾ ഗവർണറുടെ
ഗവർണേഴ്സ് എക്സലൻസ് പുരസ്കാരം ലഭിച്ചത് എറണാകുളം പ്രസ് ക്ലബ്ബ്. പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഗവർണേഴ്സ് എക്സലൻസ് പുരസ്കാരം ലഭിച്ചത് എറണാകുളം പ്രസ് ക്ലബ്ബിന്. പ്രസിഡൻസ് ട്രോഫി ജലോത്സവത്തിലെ ജേതാക്കൾ നിരണം ചുണ്ടൻ. പ്രസിഡൻസ് ട്രോഫി ജലോത്സവത്തിലെ ജേതാക്കൾ നിരണം ചുണ്ടൻ. പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടി കായൽ. പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടി കായൽ. CBL കിരീടം നേടിയ ചുണ്ടൻ വിയപുരം ചുണ്ടൻ. CBL കിരീടം നേടിയ ചുണ്ടൻ വിയപുരം ചുണ്ടൻ. ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 12. ദേശീയ യുവജന ദിനം ജനുവരി 12. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഒരുക്കിയ ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണ്? റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഒരുക്കിയ ഇൻ്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. ബാലാവകാശ കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാട്. ബാലാവകാശ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാട്. ഒരു വ്യക്തിക്ക് ഒരു ഹെൽത്ത് റെക്കോർഡ് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഇ ഹെൽത്ത്. ഒരു വ്യക്തിക്ക് ഒരു ഹെൽത്ത് റെക്കോർഡ് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഇ ഹെൽത്ത്. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? EP രാജഗോപാൽ. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാലൻ. കൃതി ഉൾക്കഥ സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്. 2024 കെ അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. 2023 PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. അടുത്തത് കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷൻ്റെ പദ്ധതി ഏതാണ്? സാന്ത്വന മിത്ര. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷൻ്റെ പദ്ധതിയാണ് സാന്ത്വന മിത്ര. പദ്ധതിക്ക് തുടക്കം കുറിച്ച ആദ്യ ജില്ല പത്തനംതിട്ട. ജില്ലയാണ് പത്തനംതിട്ട. സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ബാർസലോണ. വേദി സൗദി അറേബ്യ. ദേശീയ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായത് PT ഉഷ. ഒളിമ്പിക് അക്കാദമിയുടെ മാനേജരായും വൈസ് പ്രസിഡന്റുമായി നിയമിതനായത് ഗഗൻ നാരംഗ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ്, എൽബ്രസ്, കിളിമഞ്ചാരോ എന്നിവ കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ച പരിമിതിയുള്ള വനിത എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ചോൺസിംഗ് ആങ്മോ, ഹിമാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ്, എൽബ്രസ്, കിളിമഞ്ചാരോ എന്നിവ കീഴടക്കുന്ന ലോകത്തിലെ ഏക കാഴ്ച പരിമിതിയുള്ള വനിത എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ചോൺസിംഗ് ആങ്മോ, ഹിമാചൽ പ്രദേശ്. 2026 ജനുവരിയിൽ അഹമ്മദാബാദിലെ സബർമതി റിവർ ഫ്രണ്ടിൽ നടന്ന അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവത്തിൽ പങ്കെടുത്ത ജർമ്മൻ ചാൻസലർ. 2026 ജനുവരിയിൽ അഹമ്മദാബാദിലെ സബർമതി റിവർ ഫ്രണ്ടിൽ നടന്ന അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവത്തിൽ പങ്കെടുത്ത ജർമ്മൻ ചാൻസലർ ആരാണ്? ഫ്രിഡ്രിച്ച് മെർസി. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറത്തിൻ്റെ 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ്? കൊച്ചി. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറത്തിൻ്റെ 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി കൊച്ചി. ഉദ്ഘാടനം അമിതാഭ് കാന്ത്. അപ്പോൾ ഇത്രയാണ് ജനുവരിയിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. എല്ലാവരും നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.